ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി ഒരു പ്രാന്തിയെ പോലെ അലറിക്കരഞ്ഞുകൊണ്ട് പറയുക, വിഷ്ണുവേട്ടാ എൻ്റെ കുട്ടികൾ ഓടുന്നത് ഞാൻ കണ്ടതാ. ശാലിനി, അത് സ്വപ്നമല്ലേ? അല്ല വിഷ്ണുവേട്ടാ, ഞാൻ എൻ്റെ കുട്ടികളെ കണ്ടതാ എന്നും പറഞ്ഞ് സമനില തെറ്റിയവളെ പോലെ എന്തൊക്കെയോ വിളിച്ച് പുലമ്പി കരയുവാണ്. ശാലിനി, താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ. വിഷ്ണുവേട്ടൻ ഒന്നും പറയണ്ട. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇനി ഒരിടത്തേക്കും വരത്തില്ല. അയ്യോ വിഷ്ണുവേട്ട, എൻ്റെ കാലൊക്കെ തളർന്നു പോകുന്ന പോലെ തോന്നുന്നു. എൻ്റെ ശരീരം എന്താ കുഴഞ്ഞു വരുന്നു. എനിക്കൊന്നും വയ്യ. എൻ്റെ മക്കളെവിടെ വിഷ്ണുവേട്ട എന്നും പറഞ്ഞ് കരയുമ്പം വിഷ്ണു കടന്നുണ്ട്, പപ്പിമോളെ, സത്യേ എന്നിങ്ങനെ അലറി വിളിക്കുവാണ്. ശാലിനി, മക്കൾ അവിടെ എവിടെങ്കിലും കാണും. താൻ വിഷമിക്കാതെ വാ, നമുക്ക് നോക്കാം. പപ്പിമോളെ, സത്യമോളെ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് അവർ രണ്ടുപേരും ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഓടുവാണ്. നൂർജഹാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അവളുടെ ഫോൺ അവിടെ മറന്നു വെച്ചിട്ടായിരുന്നു പോകുന്നത്. നസീർ ആ ഫോൺ എടുത്ത് അനൂപിനെ വിളിക്കുവാണ്. അനൂപ് നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ നൂർജഹാൻ വിളിക്കുന്നത്. ഈ പെണ്ണെന്തിനെ എന്നെ വിളിക്കുന്നത്? എൻ്റെ ഉറക്കവും കളഞ്ഞു എന്നും പറഞ്ഞ് അനൂപ് ആ ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ നല്ലതുപോലെ ചൂടിപ്പറിച്ചുകൊണ്ട് കിടക്കുവാണ്. വീണ്ടും അനൂപിൻ്റെ ഫോണിലോട്ട് നസീർ വിളിക്കുവാണ് നൂർജഹാൻ്റെ ഫോണിൽ കൂടെ. ശാരദാമ്മയുടെ അടുത്തിരുന്ന് നൂർജഹാൻ സംസാരിക്കുവാണ്. എൻ്റെ ബാപ്പിച്ചി ഇപ്പോൾ എന്നെക്കുറിച്ച് ഓർക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനൂപ് ഫോണുമായിട്ട് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, നൂറെ, നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? അയ്യോ അനൂപ, ഞാൻ വിളിച്ചില്ലല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് ഫോൺ എടുത്തില്ലായിരുന്നല്ലോ. എന്നാൽ പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും. അനൂപ, ആരായിരിക്കും വിളിക്കുന്നത്? നസീറായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ബാപ്പ. അല്ലാതെ ആര് വിളിക്കാന്? എന്തായാലും ഫോൺ എടുക്കുന്നില്ല. അപ്പം നൂർജഹാൻ പറയുമോ, ഇനി മാമിയാണെങ്കിലോ, ഞാൻ എവിടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അനൂപിന് ഒരു സംശയം. അപ്പോഴാ സമയത്ത് വീണ്ടും അനൂപിൻ്റെ ഫോണിലോട്ട് കോൾ വരുന്നുണ്ട്. കണ്ട വീണ്ടും വിളിക്കുന്നു. എന്ത് വന്നാലും കുഴപ്പമില്ല, നമുക്ക് എടുക്കാം എന്നും പറഞ്ഞ് അനൂപ് ഫോൺ അങ്ങ് എടുക്കുമ്പോൾ മറുവശത്ത് നിന്ന് നസീർ ചോദിക്കുന്നു, നീ എവിടാ? നീ എവിടെ ഉണ്ടെങ്കിലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. പറയടാ, നീ എവിടെ ഉണ്ട്? പെട്ടെന്ന് അനൂപ് അങ്ങ് ഫോൺ കട്ട് ചെയ്ത് വീണ്ടും നസീർ വിളിക്കുവാണ്. അബൂബക്കർ വന്നിട്ട് ചോദിക്കുന്നു, എന്താടാ ബാപ്പ? അവളുടെ ഫോണിൽ കൂടെ അവനെ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്ത്. എവിടാന്ന് ചോദിച്ചിട്ട് അവനൊരക്ഷരം മിണ്ടിയില്ല. അപ്പോൾ ഉറപ്പാ ബാപ്പ, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. എങ്കിൽ നീ വിഷമിക്കേണ്ടടാ, നമുക്ക് ചന്ദ്രബോസിനെ വിളിച്ച് രഹസ്യമായിട്ട് കാര്യം പറഞ്ഞാൽ മതി. ചന്ദ്രബോസ് എവിടെ ആയാലും അവനെ പൊക്കിക്കോളും. എന്താണ് ലോക്കപ്പ് മുറിയിലെ ഇടിയെന്ന് നമുക്ക് അവനെ കാണിച്ചു കൊടുക്കാം. അതോടെ അവൻ്റെ പണി നമ്മൾ തീർത്തിരിക്കും. ബാപ്പ, എന്ത് ചെയ്തിട്ടായാലും സാരമില്ല. എന്നെ ചതിച്ചിട്ട് അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രണ്ടിനെയും വെള്ള പതപ്പിച്ച് തന്നെ കിടത്തണം ബാപ്പ. എൻ്റെ നസീറെ, നീ ഒന്നടങ്ങ്. വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഞാൻ ആ ചന്ദ്രബോസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ എന്നും പറഞ്ഞ് അബൂബക്കർ ചന്ദ്രബോസിനെ വിളിക്കുന്നുണ്ട്. ശാരദാമ്മ പറയാ, മോനെ, നീ ഫോൺ എടുത്ത സ്ഥിതിക്ക് നീ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവർ കംപ്ലൈൻറ്റും കൊടുക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുന്നത് നല്ലത്. നിങ്ങളായിട്ട് തന്നെ സ്റ്റേഷനിൽ ചെന്ന് ഹാജരാകുന്നതല്ലയോ നല്ലത്. നൂർജഹാൻ പറയുക, അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ശാരദാമ്മേ. നസീർക്കാടെ ബാപ്പയ്ക്ക് പോലീസുകാർക്കിടയിൽ നല്ല പിടിപാടാ. അതുകൊണ്ട് പോലീസുകാർ നമ്മളെ ഉപദ്രവിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ശാരദാമ്മേ. അപ്പോഴങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. ശാരദാമ്മ പറയുന്നു, അയ്യോ, ഒരു കാറ് വരുന്നുണ്ടോ? ആരാന്നറിയില്ലല്ലോ. നിങ്ങൾ ഏതായാലും അങ്ങോട്ട് വരരുത്, ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് ശാരദാമ്മ പോയി നോക്കുവാണ്. അപ്പോൾ കാറിൽ നിന്ന് നല്ല വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അയാളെ കണ്ടിട്ട് ശാരദാമ്മ എന്ന് ഞെട്ടുന്നുണ്ട്. അയ്യോ, ബാലചന്ദ്രനോ എന്നിങ്ങനെ പറയുവാണ്. ഈ സമയം ശാലിനിയും വിഷ്ണുവും കൂടെ കിടന്ന് സത്യയും പപ്പയും തിരക്കി ആ കാടായ കാട് മുഴുക്കിങ്ങനെ ചുറ്റുവാണ്. ആകെ തളർന്ന് വീഴുവാണ് ശാലിനി. ആ സമയത്ത് അവർ നോക്കുമ്പോൾ താഴ്വരയിൽ കൂടെ ഒരാളിങ്ങനെ ഒരു സ്കൂട്ടർ ഓടിച്ച് പോകുന്നുണ്ട്. ശാലിനി, അങ്ങോട്ട് നോക്കിക്കോ, ഒരു സ്കൂട്ടർ വരുന്നുണ്ട്, ഒന്ന് ഓടി വാ, നമുക്ക് അവരോട് തിരക്കാം. ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞ് വിഷ്ണു കരഞ്ഞുകൊണ്ട് ഓടി വരുവാണ്. അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ചോദിക്കുന്നു, അയ്യോ എന്താ, എന്ത് പറ്റി? അയ്യോ പ്ലീസ്, എനിക്കൊരു ഉപകാരം ചെയ്യണം എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അയാൾ പറയുന്നു, അയ്യോ അത് പറ്റില്ല, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു മരണ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ശരി, എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എങ്കിൽ വേറൊരു ഉപകാരം ചെയ്തു തരുമോ? ഈ കാടിനുള്ള റേഞ്ച് ഓഫീസ് എവിടെയാണെന്ന് പറയാമോ? അയ്യോ, ഈ കാടിൽ എവിടെയോ ഉണ്ടെന്നറിയാം, എവിടാണെന്ന് എനിക്കും അറിയില്ല. ഇവിടെ അടുത്ത് കടകൾ ഏതെങ്കിലും ഉണ്ടോ? അതെങ്കിലും ഒന്ന് പറയുമോ? ഇവിടെ 1-2 കിലോമീറ്റർ കഴിയുമ്പോൾ 1-2 കടകളുണ്ട്. അയ്യോ, ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ? ഇന്നലെ രാത്രി മുതൽ ഞങ്ങളുടെ 2 കുട്ടികളെയും കാണാനില്ല. എൻ്റെ ദൈവമേ, നിങ്ങളെ ആരെ ഈ കൊച്ചുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? നിങ്ങൾക്കിത് വല്ലതും അറിയാവോ? ഈ കാടിനപ്പുറത്ത് വലിയ കൊക്കയാ. ഈ സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ്. അവിടേക്ക് പോയ ആരും ഇതുവരെ തിരിച്ചു മടങ്ങി വന്നിട്ടില്ല.
എൻ്റെ പൊന്നു സഹോദര, എനിക്ക് ഒരു സഹായം ചെയ്തു തരുമോ? ഈ കാടിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഇവിടെ കാണോ അടുത്തുണ്ടോ? ഈ വഴി കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഒരു കാവുണ്ട്. അവിടെ ചിലപ്പോൾ ആർക്കെങ്കിലും അറിയായിരിക്കും. നിങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്ക്. ചിലപ്പോൾ ആർക്കെങ്കിലും നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിലോ. അയ്യോ, ഈ വണ്ടിയിൽ എന്നെ അങ്ങോട്ടൊന്ന്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ മരണ വീട്ടിൽ പോവുകയാണെന്ന്. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ഒന്നും വിചാരിക്കല്ലേ പ്ലീസ് എന്നും പറഞ്ഞ് അയാൾ ആ വണ്ടി ഓടിച്ചങ്ങ് പോവുകയാണ്. ശാലിനി നെഞ്ചത്തടിച്ച് കരയുവാണ്. വിഷ്ണുവേട്ട, എൻ്റെ മക്കളെന്നും പറഞ്ഞ്. ശാലിനി, താൻ കരയാതെ, അവിടെ ഒരു കാവുണ്ടെന്നല്ലേ അയാൾ പറഞ്ഞത്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ആരെങ്കിലും നമ്മളെ സഹായിക്കാതിരിക്കില്ല. ശാലിനി, താൻ ടെൻഷൻ അടിക്കാതെ വാ ശാലിനി എന്നും പറഞ്ഞ് ശാലിനിയെ വിളിച്ചുകൊണ്ട് വിഷ്ണു അങ്ങോട്ട് ഓടുവാണ്. അങ്ങനെ രണ്ടുപേരും ഓടുന്ന വഴിയിൽ സത്യേ പപ്പിയേന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. നടുക്ക് നമ്മൾ കാണുന്നത് അവരാദ്യം വന്നിറങ്ങിയപ്പോൾ ഒരു മലദൈവങ്ങളെ കാണിച്ചിരുന്നല്ലോ, ആ ഭാഗത്തോട്ടാണ് അവർ ഓടി വരുന്നതെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് രണ്ടുപേരും ഓടി വന്നത് ആ മലദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ്. അവർ നിന്നിച്ച് പോയതിൻ്റെ ഭാഗത്ത് തന്നെയാണ് അവരെ തിരിച്ച് ആ മലദൈവങ്ങൾ അവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ശാലിനി കരഞ്ഞുകൊണ്ട് വിഷ്ണുവിനോട് പറയുന്നു, വിഷ്ണുവേട്ട, നമ്മുടെ മക്കൾ എവിടെങ്കിലും അപകടത്തിൽപ്പെട്ട് അവിടുന്ന് കയറി വരാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുമായിരിക്കും അല്ലേ? ശരിയാ ശാലിനി പറയുന്നത്, അങ്ങനെ വരാനേ വഴിയുള്ളൂ. താൻ സമാധാനപ്പെടും. എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിൽ തെളിയാതിരിക്കില്ല. നോക്ക് ശാലിനി, നമ്മളിവിടെ തിരിച്ചു പോകുന്നത് നമ്മുടെ കുട്ടികളും കൊണ്ടായിരിക്കും. ഞാൻ വീണ്ടും പറയുക, എൻ്റെ ശാലിനി, താൻ കരഞ്ഞ് ടെൻഷൻ കൂട്ടാതെ സമാധാനത്തോടെ ഇരിക്കുക. വിഷ്ണു ആരെയോ വിളിക്കാൻ വേണ്ടി ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ റേഞ്ച് ഇല്ല. പെട്ടെന്ന് ശാലിനി ആ ഫോൺ വാങ്ങി അവളും ട്രൈ ചെയ്യുവാണ്. വിഷ്ണുവേട്ട, ഇതിന് കോളൊന്നും പോകുന്നില്ലല്ലോ. ഫയർഫോഴ്സോ റേഞ്ച് ഓഫീസോ എന്തെങ്കിലും ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ അവരോടെങ്കിലും സഹായം ചോദിക്കാമായിരുന്നു. ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ വിഷ്ണുവേട്ട. സമയം ഇങ്ങനെ പോകും തോറും എൻ്റെ പേടി കൂടിക്കൂടി വരുക വിഷ്ണുവേട്ട. ഇങ്ങനെ പോയാൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകും. ശാലിനി, നീ ഇങ്ങനെ തളരല്ലേ. എനിക്കറിയില്ല വിഷ്ണുവേട്ട, ഞാൻ ആ തളർന്ന് വീഴാൻ പോവുക. ശാലിനി, നമ്മൾ തളർന്നു പോയാൽ നമ്മളെ രക്ഷിക്കാൻ ആരാ ഉള്ളത്? നമ്മൾ തന്നെ നമ്മുടെ മക്കളെ കണ്ടുപിടിക്കണ്ടേ? ധൈര്യമായിട്ട് നിൽക്ക് ശാലിനി. ശാലിനി, നമ്മുടെ മക്കളെ ഒരു ദുരിതത്തിനും കൊടുക്കാൻ ഞാൻ വിടില്ല. ഇത് ഈ വിഷ്ണു തരുന്ന വാക്കാ. നമ്മുടെ മക്കളെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇനി ഇവിടല്ല, ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ നമ്മുടെ മക്കളെ രക്ഷിച്ചിരിക്കും. ഒന്നുമില്ലെങ്കിലും ശാലിനി, താനും തൻ്റെ ശാരദാമ്മയും വിളിക്കുന്ന ദൈവങ്ങളൊക്കെ ഇല്ലേ? പിന്നെ എന്തിനാ ശാലിനി താൻ പേടിക്കുന്നത്? അവരില്ലാതെ നമുക്കൊരു ജീവിതം ഉണ്ടോ? നോക്ക് ശാലിനി, നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് ഇവിടുന്ന് പോകൂ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകില്ല. എൻ്റെ പൊന്നുമോളെ, നീ കരയല്ലേടി, നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടും എന്നും പറഞ്ഞ് വിഷ്ണു ശാലിനിയെ മാറോടെ ചേർത്ത് നിർത്തി അണച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ശാലിനിയുടെ കണ്ണിൽ കുങ്കുമവും മഞ്ഞളും ഒക്കെ പൂശി ആ മലദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശാലിനിയുടെ കണ്ണിൽ പെടുന്നത്. അവിടെ വെച്ച് കാട്ടിലെ ഒരു സന്യാസി അവരോടൊപ്പം പറഞ്ഞിരുന്നത് ശാലിനി ഓർക്കുവാണ്. ഈ മലദൈവങ്ങൾക്കൊരു കാണിക്ക സമർപ്പിച്ചിട്ട് പോ, നിങ്ങളുടെ യാത്ര സുഖകരമാവുകയും ചെയ്യും. ഒരു പെറ്റമ്മ മക്കളെ നോക്കുന്ന പോലെ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞതൊക്കെ പെട്ടെന്ന് ശാലിനിയുടെ മനസ്സിലിങ്ങനെ ഓടിയെത്തുവാണ്. നിങ്ങൾ കുട്ടികളെയും കൊണ്ട് പോകുന്നതല്ലയോ, അവിടെ കയറി വണങ്ങി തൊഴുത് പോകുന്നത് ഉത്തമമായിരിക്കും എന്നൊക്കെ ആ സന്യാസി പറഞ്ഞിരുന്നല്ലോ. വിഷ്ണുവേട്ട, ദേ അങ്ങോട്ട് നോക്ക് എന്നും പറഞ്ഞ് ശാലിനി ആ മലദൈവങ്ങളുടെ അടുത്ത് പോയി കിടന്ന് പൊട്ടിക്കരയുവാണ് മുട്ടുകുത്തി. എൻ്റെ കുഞ്ഞുങ്ങൾ. വിഷ്ണു ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അവനും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവരാദ്യം കണ്ട ആ സന്യാസി അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. മുട്ടുകുത്തി സാഷ്ടാംഗം ആ മലദൈവങ്ങളെ തൊഴുത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു നിൽക്കുന്ന ശാലിനിയെ കണ്ടുകൊണ്ട് ആ സന്യാസി ചോദിക്കുന്നു, ഒടുവിൽ ഇവിടെ തന്നെ വന്നെത്തി അല്ലേ? ഉഗ്രശക്തിയാണ്. ഇവിടെ വരുന്നവർക്ക് പെട്ടെന്നേ അതൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ശാലിനി രണ്ട് കൈയും കൂപ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സന്യാസിയോട് പറയുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാനില്ല, ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്തോളാവേ. വന്നു നിന്ന് എല്ലാ തെറ്റുകളും നിങ്ങൾ ഏറ്റു പറഞ്ഞില്ലേ, അതിൽ കൂടുതൽ ഇനി എന്ത് വേണം? രണ്ട് കൈയും കൂപ്പി തൊഴുതുകൊണ്ട് തന്നെ കരഞ്ഞ് ശാലിനി പറയുവാണ്, മാപ്പാക്കണം. പറഞ്ഞതിനെ കാര്യമാക്കാതെ ധിക്കരിച്ച് പോയതിന് എല്ലാത്തിനും ഞങ്ങളോട് ക്ഷമിക്കണം. ഒരമ്മയുടെ മനസ്സിൽ തട്ടിയ യാതനയാണ്. എനിക്ക് എൻ്റെ കുട്ടികളെ കണ്ടെത്തി തരണം എന്നും പറഞ്ഞ് ശാലിനി ആ സന്യാസിയുടെ കാൽപാദത്തിൽ വീണ് തൊഴുതു പറയുവാണ്. ഇത് കണ്ടില്ലെന്ന് നടിക്കല്ലേ എന്നും പറഞ്ഞ് ശാലിനി കരയുന്ന കണ്ട് വിഷ്ണുവിനും സങ്കടം വരുവാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നും പറഞ്ഞ് വിഷ്ണുവിൻ രണ്ട് കൈയെടുത്ത് തൊഴുതുകൊണ്ട് പറയുവാണ്, ധിക്കാരം പറഞ്ഞതിന് എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എൻ്റെ മക്കളെ എനിക്ക് കണ്ടെത്തി തരണം. വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് വിഷ്ണു വീണ്ടും പറയുക, ചങ്കിത്തട്ടി പറയുക, ഞങ്ങൾക്കിതല്ലാതെ മറ്റൊരു വഴിയുമില്ല.
ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. എൻ്റെ മക്കളില്ലാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനാവില്ല. അവരില്ലാതെ സത്യമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകില്ല, സഹായിക്കണം എന്നും പറഞ്ഞ് കരയുമ്പോൾ ആ സന്യാസി ചോദിക്കുന്നു, കുട്ടികൾ എവിടെയാണ് കിടന്നത്? അവിടെ ആ കുന്നുംപുറത്ത്. വന്യമൃഗങ്ങളൊന്നും ആക്രമിക്കാൻ സാധ്യതയില്ല. കുട്ടികൾ ഇനി എന്തെങ്കിലും കണ്ടോട്ട് താഴോട്ട് ഇറങ്ങിപ്പോകാനേ സാധ്യതയുള്ളൂ. ഞങ്ങൾ മക്കളുടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അവരിറങ്ങിപ്പോയതൊന്നും ഞങ്ങൾ കണ്ടില്ല. ചുറ്റിച്ചു കൊണ്ടുപോകാൻ കച്ചകെട്ടിയിരിക്കുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റിനും. അവിടെ ചതിക്കുന്ന പാറക്കൂട്ടങ്ങളുമുണ്ട്. നമുക്ക് ഉത്തരം കണ്ടെത്താനാവാത്ത പല നിഗൂഢതകളും അവിടെ ഉണ്ട്. ഈ ശക്തിയെ വിശ്വസിച്ചാൽ മാത്രം മതി, കണ്ടുപിടിച്ച് തന്നിരിക്കും എന്നിങ്ങനെ മലദൈവങ്ങളെ കാണിച്ചിട്ട് ആ സന്യാസി പറയുവാണ്. എന്നിട്ട് ആ സന്യാസി 2 കൈവെടുത്ത് തൊഴുതിട്ട് ആ മലദൈവങ്ങളോട് പറയുന്നു, ഞാൻ കുട്ടികളെ അന്വേഷിച്ച് പോവുകയാണ്, എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷ്ണുവിനോടും ശാലിനിയോടും പറയുന്നു, വരൂ നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് അവരെല്ലാവരും അങ്ങോട്ട് പോകുവാണ്. ശാരദാമ്മയുടെ വീട്ടോട്ട് ബാലചന്ദ്രൻ വന്നിരിക്കുക. ബാലചന്ദ്രനെ കണ്ടുകൊണ്ട് ശാരദാമ്മ ചോദിക്കുന്നു, ബാലചന്ദ്രന് സുഖം തന്നല്ലേ? എന്ത് സുഖം? നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ആത്മമിത്രങ്ങൾക്ക് ഒരാപത്ത് വരുമ്പോൾ അതിൽ പങ്കുകൊള്ളുക, അവരെ ആശ്വസിപ്പിക്കുക. അത് കണ്ടില്ലെന്നും നടിച്ച് മാറി നിൽക്കാനൊന്നും ഈ ബാലചന്ദ്രനെ കൊണ്ടാവില്ല. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ബാലചന്ദ്ര. രാജേശ്വരിയുടെ കാര്യത്തിലും ബാലചന്ദ്രൻ അങ്ങനെ തന്നെ ആണല്ലോ നിന്നിരുന്നത്. അതിനി എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ, അളിയനെ ഈ അടുത്ത സമയത്ത് ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? ശാരദാമ്മ പറയുക, എവിടെ വരാന്, മുഖം മറക്കാതിരിക്കാൻ ഒരു വഴിപാട് പോലെ എപ്പോഴെങ്കിലും ഒന്ന് വന്നിട്ട് പോകും. 1-2 ദിവസം ഇവിടെ താമസിക്കും, പിന്നെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. എനിക്കൊന്നും പറയാനും പറ്റില്ലല്ലോ, എൻ്റെ മക്കളുടെ അച്ഛനായി പോയില്ലേ. അവിടെ ഇതുപോലൊക്കെ തന്നെ. അവിടെ വന്നപ്പോൾ ചേച്ചിയോട് വഴക്കായി, അവിടെ വച്ച് 1-2 പറഞ്ഞ് പോയതാ, പിന്നെ ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല. അയ്യോ, അപ്പം മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകാനാണോ ബാലചന്ദ്രൻ ഇങ്ങോട്ട് വന്നത്? ചേച്ചിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഈ അവസ്ഥയിൽ ചേച്ചിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ അതങ്ങ് നടത്തി കൊടുക്കണമെന്ന് എനിക്കും തോന്നുന്നു. അളിയനെ മാത്രമല്ല, ആ അനൂപിനെ കൂടെ കാണണമെന്നും പറഞ്ഞിരിക്കുക. അവനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ ഇട്ടെടുക്കുന്നതുമില്ല. നൂർജഹാനും അനൂപും അകത്തു നിന്ന് കാണുന്നുണ്ട് ബാലചന്ദ്രനെ. അനൂപ് വന്നേച്ച് നൂർജഹാനോട് പറയുന്നു, അതെൻ്റെ മാമന, എൻ്റെ അമ്മയുടെ ആങ്ങള. സങ്കടത്തോടെ നൂർജഹാൻ ചോദിക്കുന്നു, അപ്പോൾ കൂടെ പോവുമോ? ഇല്ല നൂറേ. ശാരദാമ്മ ചോദിക്കുന്നു, അല്ല രാജേശ്വരിക്ക് എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് എല്ലാവരോടും അങ്ങ് സ്നേഹം തോന്നാനായിട്ട്? അയ്യോ ശാരദാമ്മ അപ്പം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലയോ? അയ്യോ ഇല്ല, ചേച്ചി കിടപ്പില്ല, ചേച്ചിക്ക് തീരെ സുഖമില്ല. ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അനൂപിനെ ഒന്ന് കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ്. അത്രയ്ക്ക് അവശതയിലാണ് ഇപ്പം എൻ്റെ ചേച്ചി. നടന്നു വന്ന വഴികളിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം തേടുന്ന ഒരാളുടെ മുന്നിൽ എന്തിനാ വാശിയും വൈരാഗ്യം കാണിക്കുന്നത്? ശാരദാമ്മ അനൂപിനെ കാണുവാണെങ്കിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. അയ്യോ രാജേശ്വരിക്ക് ഇങ്ങനെ ഒരു വൈരാഗ്യമുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അനൂപിനെ ഞാൻ പറഞ്ഞു വിടാം. ചേച്ചി മറ്റൊന്നോട് എന്നോട് പറയാൻ പറഞ്ഞിരുന്നു ശാരദാമ്മ. അതെന്തുവാ? പോകുന്നതിന് മുമ്പ് എല്ലാ കണക്കുകളും തീർത്ത് പോകണമെന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്. ഈ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാണല്ലോ എൻ്റെ ചേച്ചി ഇപ്പോൾ. അതുകൊണ്ട് ശാരദാമ്മയോടും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ്. ഇതെല്ലാം അകത്തുനിന്ന് കേട്ടോണ്ട് നിന്ന് അനൂപിന് സഹിക്കാൻ പറ്റില്ല. അവൻ ഇറങ്ങി ഓടി വരുവാണ്, ബാലമാമാന്ന് വിളിച്ചോണ്ട്. പെട്ടെന്ന് ബാലചന്ദ്രൻ തിരിഞ്ഞു നോക്കുവാണ്. പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ സ്വഭാവം അങ്ങ് മാറി. അപ്പോൾ അത് ശരി, ശാരദാമ്മ അവനെയോട് ഒളിച്ചു വെച്ചോണ്ട് എന്നോട് കള്ളം പറയുമായിരുന്നല്ലേ? ബാലമാമ, ഞാൻ പറഞ്ഞിട്ടാ ശാരദാമ്മ അങ്ങനൊക്കെ പറഞ്ഞത്. അമ്മയ്ക്ക് അസുഖം ഇത്ര കൂടുതലാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു മാമ. ഞാനും ബാലമാമൻ്റെ ഒപ്പം വരാം. അനൂപ് വന്ന് ശാരദാമ്മയോട് പറഞ്ഞ്, ഞാൻ അമ്മയൊന്ന് പോയി കണ്ടിട്ട് വരാം. ഒരു കാരണവശാലും നൂർജഹാനെ വിട്ടുകൊടുക്കരുത്. 2 ദിവസത്തിനകം ശാലിനി ചേച്ചി ഇങ്ങ് വരുമല്ലോ. ശാരദാമ്മയുടെ മുന്നിൽ അനൂപ് കൈനീട്ടിയിട്ട് പറയുന്നു, ശാരദാമ്മ എനിക്ക് വാക്ക് തരണം, എൻ്റെ നൂറിനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന്. ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ശാരദാമ്മയും കൈ പിടിച്ച് വാക്ക് കൊടുക്കുന്നുണ്ട്. പാവം നൂർജഹാൻ ഇതൊക്കെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിന്ന് കാണുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അനൂപിൻ്റെ അമ്മ രാജേശ്വരി ശരിയായ വക്രബുദ്ധിക്കാരിയാണ്. അനൂപും നൂർജഹാനുമായിട്ടുള്ള പ്രണയമുണ്ടെന്ന് എങ്ങനെയെങ്കിലും രാജേശ്വരി മനസ്സിലാക്കിയിട്ടാണോ ഈ നാടകം കളിക്കുന്നതെന്നൊന്നും അറിയില്ല. ഇനി സത്യമോളെയും പപ്പിമോളെയും ആ കാട്ടിലെ ആ സന്യാസി കണ്ടുപിടിച്ച് വിഷ്ണുവിനെ ശാലിനിക്ക് കൊടുക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.